Good morning, all. Good morning, Miss. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് റിലേഷൻ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ലാമ പേഷ്യൻസിന്റെ കാര്യങ്ങൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ആണോ? ലാമ വരെയില് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, എന്തായിരുന്നു ലാമ? ഓർമ്മയുണ്ടോ? ഒരാളൊന്ന് പറയാമോ? ലാമ എന്താ? ലാമ മെഡിക്കൽ അഡ്വൈസ്. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡോക്ടറിന്റെ അഡ്വൈസിന് വിരുദ്ധമായിട്ട് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ലാമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുള്ള AMA ഉണ്ട്. ഏതായിരുന്നു AMA? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ തന്നെ ഡാമയും കൂടി നമ്മൾ പറഞ്ഞു. DAMA, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. Letter to the editor in the local newspaper. All newspapers have a page where letters from the readers are published. നമുക്കറിയാം, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുണ്ടോ? കുറച്ചു പേർക്കൊക്കെ ഉണ്ടാവും, കുറച്ചു പേർക്ക് ടൈം ഉണ്ടാവില്ല, ഇല്ലേ? അതല്ലേ നമ്മളൊരു റീസൺ ആണോ? ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടോ? ആരുമില്ല? ആർക്കും ടൈമില്ല വായിക്കാൻ? ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? ആരില്ലേ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. ഒന്ന് രാവിലെ തന്നെ എല്ലാവരും ഉഷാറില്ലാണ്ട് ക്ലാസ്സില്. ഓക്കെ, അപ്പോ നമുക്കറിയാം ന്യൂസ് പേപ്പേഴ്സില് നമ്മുടെ ഡെയിലിയുള്ള ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മൾക്ക് എന്താ പറയാ, ഒരു ലെറ്റേഴ്സിന്റെ, അതായത് നമുക്ക് ഒരു നമ്മളുടെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻസ് എഴുതാനായിട്ടൊക്കെ ഒരു റീഡേഴ്സിന്റെ ഒരു കത്തൊക്കെ ഉണ്ടാകും, അല്ലെ? നമ്മളുടെ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും, കത്തുകളുടെ ഒക്കെ ഒരു ഏരിയ. ഇപ്പൊ എന്തെങ്കിലും പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി പോലെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ കറണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ വേസ്റ്റ് മാലിന്യങ്ങൾ ഇടുന്നതിന്റെ പ്രശ്നങ്ങള്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ കത്ത് പോലെയൊക്കെ ഒരു നമ്മുടെ ന്യൂസ് പേപ്പറിൽ എഴുതാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ? എപ്പോഴെങ്കിലും ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കണേ. ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ? ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഏരിയയില് എന്താ പറയാ, ഇപ്പൊ വഴിവിളക്ക് കത്തുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ മാലിന്യങ്ങളുടെ പ്രശ്നം, അങ്ങനെ അത് സംബന്ധിച്ചിട്ടുള്ളത് നമുക്ക് പബ്ലിക്കിന്റെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ എഴുതാറുണ്ട്, ലെറ്റർ പോലെ, അല്ലേ? ഓക്കെ, എൽമെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ, കുറച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. If there is something in the news that you want to respond to or let the public know of some medical situation like arising epidemics, you can write a letter to the editor and make it published. ഇനി ഇതുപോലെ തന്നെ എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ എന്താ? എപ്പിഡമിക്സ് എന്താ? എപ്പിഡമിക്സ് മീനിങ് എപ്പിഡമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പകർച്ചവ്യാധികളും മറ്റും, അല്ലെ? അപ്പോ ഇപ്പൊ ഒരു ഏരിയയിലെ കൂടുതൽ പകർച്ചവ്യാധികളൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ഇപ്പൊ പകർച്ചവ്യാധികളൊക്കെ വരികയാണെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് പ്രതികരിക്കാനോ നമുക്ക് എഡിറ്ററിന് നമുക്ക് ലെറ്റർ എഴുതാം. ഇപ്പൊ പകർച്ചവ്യാധികൾ ഇന്ന ഏരിയയിൽ ഇത്ര പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ലെറ്റർ നമുക്ക് എഡിറ്ററിന് എഴുതിയിട്ട് എഡിറ്റർ അത് എന്ത് ചെയ്യും? ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും, അല്ലെ? ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലെറ്റർ എഴുതിയിട്ട് അത് എന്ത് ചെയ്യും? ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. ഏതൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? ഇതുപോലെയുള്ള നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എന്തെങ്കിലും ന്യൂസുകൾ ഏതൊക്കെയായിരിക്കും? നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോ ഏതാ? കൊറോണയുടെ, ഓക്കെ അല്ലെ? അത് കോമൺ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണല്ലോ. അല്ലാതെ ഇങ്ങനെ പൊതുജനങ്ങളെയൊക്കെ കുറച്ചും കൂടി ഇപ്പൊ വല്ല പകർച്ചവ്യാധികളും മറ്റും, ഇപ്പൊ ഒരിടത്ത് ഇതുപോലെ പക്ഷിപ്പനി എന്ന് പറഞ്ഞത് ഇറങ്ങിയായിരുന്നു, ഇല്ലേ? ഇപ്പൊ ഡെങ്കി, ഓക്കെ. അതുപോലെ പക്ഷിപ്പനി, ഇങ്ങനെ കോഴികൾ ഇതൊക്കെ ചത്തൊടുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാമിലെ ഫുള്ള് ചത്തൊടുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു ന്യൂസിലൊക്കെ, ഇല്ലേ? ഓർമ്മയുണ്ടോ? പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പനികളുണ്ട് കുറെ. പിന്നെ എന്തൊക്കെയാണ്?
പിന്നെ അതുപോലെ ഒരിടത്ത് മറ്റേ നമ്മള് ഈ മഴക്കാല ഒരു ടൈമില് ഒച്ചിന്റെ ശല്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടുകളിലൊക്കെ ഭയങ്കര ഇങ്ങനെ ചെടികളെ നശിപ്പിക്കുന്നു, കീടങ്ങള്, നിപ്പ, അങ്ങനെ പകർച്ചവ്യാധികളുടെ ഒരിടത്ത് നമുക്ക് അത് തന്നെയായിരുന്നു അല്ലെ. ന്യൂസ് പേപ്പറിലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതിനെയാണ് ഈ പബ്ലിക്കിന് നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ എഴുതാം. എന്നിട്ട് അത് എന്ത് ചെയ്യും, ന്യൂസ് പേപ്പറിൽ അവരെ പബ്ലിഷ് ചെയ്യുന്നു. ഇത്രയുമാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഏതിന്റെ ബേസിലായിരുന്നു? കമ്മ്യൂണിക്കേഷന്റെ ബേസിസിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പറയുന്നത് പോലെ തന്നെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ആണ് അല്ലെ. സോ അദ്ദേഹത്തിന് ഏറ്റവും ഫസ്റ്റ് എന്താണ് വേണ്ടത്, എന്തൊക്കെയായിരിക്കണം അദ്ദേഹത്തിന് വേണ്ടത്, ഒന്ന് കമന്റ് ചെയ്യാമോ? എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് വായിക്കാം. എന്തൊക്കെയായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണ്ട ക്വാളിറ്റീസ്, അറ്റ്ലീസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം? പൊതുജനങ്ങളോട് ഇടപെടേണ്ട ആളാണ് അല്ലെ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ഉണ്ടായിരിക്കണം. ദെൻ നോളജ് വേണം, അറിവുണ്ടായിരിക്കണം. ഒരറിവില്ലാത്ത ഒരു വ്യക്തി പോയിട്ട് PR ആയിട്ടുണ്ടെങ്കിൽ വല്ല ഇതുണ്ടാവോ? ഐഡിയ വേണം. ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെയാണ്? പോയിന്റിലോട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ. ഗുഡ് ബിഹേവിയർ, ഇന്നോവേറ്റീവ് ആയിരിക്കണം, നല്ല പെരുമാറ്റമായിരിക്കണം. പ്രോബ്ലംസ് ഹാൻഡിലിംഗ് സ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, സ്കിൽ ഉണ്ടായിരിക്കാം. ദെൻ പിന്നെ എന്തൊക്കെ വേണം? ഓർഗനൈസേഷൻ സ്കിൽ. ഓക്കെ, ഇത് സ്കില്ല് വേറെ ഡിഫറെന്റ് ടൈപ്പുകൾ വരുന്നുണ്ടോ? ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക. ദെൻ നോക്കി പറയണോ? ജസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ആറ്റിറ്റ്യൂഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം. ദെൻ വേറെ പ്രോബ്ലം സോൾവ്. ഓക്കെ, പറഞ്ഞായിരുന്നു. ദെൻ അത്യാവശ്യം സംസാരിക്കേണ്ട ഒരാളായിരിക്കണ്ടേ. അത്യാവശ്യം ഒരു വോയിസ് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമാണെങ്കിൽ നമുക്കത് PR ഓഫീസർ ആയിരിക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടി വരും. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അല്ലെ. ഫ്ലുവൻസി വേണം. ഓക്കെ, സ്പീക്കിംഗ് സ്കിൽ. ദെൻ പിന്നെ അത്യാവശ്യം ടെക്നോളജിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരിക്കണ്ടേ. കമ്പ്യൂട്ടറും കാര്യങ്ങളും അത്തരത്തിലുള്ള എല്ലാ മാധ്യമങ്ങളെ കുറിച്ച് ചെറിയൊരു ആറ്റിറ്റ്യൂഡ്. സ്പെല്ലിംഗ് മാറിപ്പോയി, എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല, ഞാൻ വായിച്ചു. ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വായിച്ചത് കേട്ടോ, കുഴപ്പമില്ല. എന്താ, നമുക്ക് അത്യാവശ്യം ടെക്നോളജിയെ കുറിച്ചൊക്കെ അറിവ് വേണം അല്ലെ. ഇപ്പൊ തന്നെയാണ് ഒരു മാധ്യമങ്ങൾ ഇപ്പോ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് പ്രസ് റിലീസിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം മാധ്യമങ്ങളെ കുറിച്ചുള്ള ഒരു അറിവും കാര്യങ്ങളും വേണം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പോയിന്റ്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി പോയിന്റ്സിലേക്ക് നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ആംബിൾ കോമൺ സെൻസ്. അത്യാവശ്യം ഒരു കോമൺ സെൻസ് വേണം, സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം എന്ന് അല്ലെ. ഒരു നോർമൽ പേഴ്സണ് വേണ്ട അത്യാവശ്യ കാര്യമാണ്. ഒരു എന്താ പറയാ, ഒരു സെൻസ് വേണം എന്നൊക്കെ പറയേ, സെൻസിബിലിറ്റി എന്നൊക്കെ പറയാറില്ലേ. ഒരു അത്യാവശ്യം ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കുക. ദെൻ ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഓർഗനൈസിംഗ്, ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. ഒരു PR എന്ന് പറയുമ്പോൾ അത്രയും ഡിപ്പാർട്ട്മെന്റ്സുകൾ ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ആ സംഘടനകളെ മേൽനോട്ടൊക്കെ വലിച്ച് ഈക്വൽ ആയിട്ട് എല്ലാവരെയും കാണാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വസ്തുനിഷ്ഠയും ഉണ്ടായിരിക്കണം അല്ലെ. വസ്തുനിഷ്ഠ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ജഡ്ജ്മെന്റ് ആയിരിക്കണം എന്ന്, ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യം വെറുതെ ലക്ഷ്യമില്ലാത്ത കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ പബ്ലിക്കിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു എന്ത് കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ടും ഒരു ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യാനായിട്ട് ആള് ആപ്റ്റായിരിക്കണം. ചാപ്റ്റർ ഏതാണെന്നോ? ചാപ്റ്റർ പബ്ലിക് റിലേഷൻ. ക്ലാസ്സിൽ കയറിയിട്ടില്ലേ? ജെസ്സി കയറിയിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ക്ലാസ്സില്. പബ്ലിക് റിലേഷൻ ആണ് കേട്ടോ ചാപ്റ്റർ. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. സങ്കല്പിക്കാനും അതുപോലെ തന്നെ അഭിനന്ദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. കാരണം ഇമാജിൻ ചെയ്യാൻ, നിങ്ങൾ പറഞ്ഞു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു, അതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഇമാജിൻ ചെയ്യാൻ,
ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന പ്രവർത്തനം കൊണ്ട് കുറച്ചും കൂടി പബ്ലിക് റിലേഷൻ കിട്ടും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് നമുക്ക് ഉയർത്താം, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഇപ്പൊ ഒരു സ്റ്റാഫ് ഏതെങ്കിലും ഒരു നല്ലൊരു പ്രവർത്തി ചെയ്തു, അല്ലെങ്കിൽ പൊതുജനങ്ങളായിക്കോട്ടെ എന്തൊരു നല്ല പ്രവർത്തി ചെയ്യാനും നമുക്ക് ആ പ്രവർത്തി ചെയ്താലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. കുറെ നാളും കൂടി ആക്കി അതെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നോട്ടോ, അതൊക്കെ നമ്മുടെ പോർഷൻസ് ഒരു പകുതി ഹാഫ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ അപ്പോ എന്താണ്, അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെ. നമുക്ക് കൂടുതലും ആളുകൾക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു ബിഹേവിയർ കുറവായിരിക്കും അല്ലെ. എന്തെങ്കിലും ഒരാൾ നല്ല പ്രവൃത്തി ചെയ്താല് അയാളെ അഭിനന്ദിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നില്ല അല്ലെ. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? ഒരു നമ്മുടെ മുന്നിൽ വെച്ച ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു, നീ ചെയ്തത് വളരെ നല്ലതാണ് എന്ന് ജസ്റ്റ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തോളൂ അല്ലെ. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അല്ലെ. ഇന്നത്തെ സമൂഹത്തിൽ വളരെ കുറവാണെന്ന് പറയാം അല്ലെ. ആണോ? നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? നല്ലൊരു പ്രവൃത്തി നിങ്ങളുടെ കൂടെയുള്ള ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും നല്ലൊരു പ്രവൃത്തി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. സോ ഒരു PR-ഒനെ അപ്രീഷിയേറ്റും ചെയ്യണം, അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് നോക്കാം, അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്താ പരിധിയില്ലാത്ത പെയിൻ എന്ന് വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന്. ആള് ഇപ്പൊ അവർക്കൊരു വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കറക്റ്റ് വർക്കിംഗ് ടൈമിൽ ഇറങ്ങാനോ പോകാനോ ഒന്നും പറ്റില്ല അല്ലെ. ഒരു എന്താ പറയാ, നമ്മൾ വേറൊരു സ്ഥാപനത്തിനെയും കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ആത്മീയതുണ്ട് അല്ലെ. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇപ്പൊ PR-ഒ നമ്മൾ PR-ഒ പേഷ്യൻസിന്റെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പോ കുറച്ച് ഓവർ ടൈം വർക്ക് ചെയ്യാനോ അങ്ങനെ എപ്പോഴാണെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഏത് ടേക്കിംഗ് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പരിധിയില്ലാത്ത തരത്തിലുള്ളത് എല്ലാം നമ്മൾ സ്വീകരിക്കാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ടൈം ഇതാണ്, ഇത്ര ടൈം മാത്രം വർക്ക് ചെയ്യുള്ളൂ, അങ്ങനെയുള്ളൊരു ഇതല്ല എടുക്കേണ്ടത്. മറിച്ച് നമ്മൾ കുറച്ചും കൂടി അതിനോട് എന്താ പറയാ കുറച്ചും കൂടി ഇത്തിരി എന്താ പറയാ കുറച്ചും കൂടി ആത്മാർത്ഥതയോട് കൂടി നിൽക്കുക എന്നൊക്കെ പറയാം അല്ലെ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. സെയിം പോയിന്റ് തന്നെ. ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാൻ, ദീർഘനേരം വർക്ക് ചെയ്യാനുള്ള ഒരു റെഡിനെസ് ഉണ്ടായിരിക്കണം, തയ്യാറായിരിക്കണം എന്ന്. അല്ലെങ്കിൽ ഞാൻ ഇത്ര ടൈം വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയല്ല വേണ്ടത്. റെഡിനെസ്, ലോങ് ടൈമിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ദെൻ ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. റിയലിസ്റ്റിക് ആയിട്ട് യഥാർത്ഥ ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, യഥാർത്ഥ ബോധവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. എപ്പോഴും ഭയങ്കര ഗൗരവത്തോടെ ഇരിക്കുന്ന ഒരാളായിരിക്കരുത്. അത്യാവശ്യം ഹ്യൂമർ സെൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ഓക്കെ, അത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് കടക്കാം. അത്രയും ഭാഗം ഒന്ന് വായിക്കുക. എത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു? 7 പോയിന്റ് ആണ് പറഞ്ഞത്. 7 പോയിന്റ് ഒന്ന് വായിച്ച് അതിന് മുന്നത്തെ ആ ബോക്സും ഒന്ന് വായിക്കുക. 7 പോയിന്റും ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. 7 പോയിന്റും ആ ബോക്സും ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റർ ടു ദ എഡിറ്റർ ക്ലിയർ ആയല്ലോ. നമ്മള് പബ്ലിക്കിനുള്ള കത്തുകളൊക്കെ എഴുതാനുള്ള ഒരു ഇത്. ക്വാളിറ്റീസ് 7 പോയിന്റ് വരെ വായിച്ചു, അതുവരെ ഒന്ന് നോക്കിയാ. ഓക്കെ, വായിച്ചെല്ലാവരും?
Then next point നോക്കാം, 8th point, capacity to write and speak English fluently. നിങ്ങൾ നേരത്തെ പറഞ്ഞു അത്യാവശ്യം ഒരു എഴുതാനും ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനുള്ള ഒരു ഫ്ലുവൻസി ഉണ്ടായിരിക്കണം അല്ലെ. ഒന്നും അറിയാത്തൊരു വ്യക്തിയെ കുറിച്ചിട്ട് PR ആക്കാൻ പറ്റിയാലോ. സോ അത്യാവശ്യം ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം. ചിലപ്പോ പേഷ്യൻസ് തന്നെ പൊതുജനങ്ങൾ തന്നെ ഇപ്പോ എല്ലാം മലയാളികളായിരിക്കണം എന്നില്ലല്ലോ. ചിലപ്പോ ഫോറിനേഴ്സ് ഒക്കെ വരാം, അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ളവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം അല്ലെ. അപ്പൊ അവരോടൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഭാഷ അറിഞ്ഞിരിക്കണം. Then next, nice voice and ability to speak in public. നല്ല നൈസ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കണം. അതുപോലെ തന്നെ പബ്ലിക്കിനോട് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ പലവർക്കും അറിയാം, നമ്മളൊരു പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ സ്വയം എന്താ പറയാ ഒരു ഉള്ളിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. നിങ്ങളിലും പലവർക്കും ഉണ്ടാകാം അങ്ങനെ. എന്താർക്കെങ്കിലും അതായത് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ പെട്ടെന്ന് നിങ്ങളോട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാട്ട് പാടാൻ പറഞ്ഞു, അപ്പോഴും നമുക്ക് പലവർക്കും ഉള്ളിലേക്ക് ഒരു എന്താ പറയാ ഒരു ഇൻട്രൻസിക് ആണത്. ഉള്ളിലേക്ക് ഒരു വലിയുന്നൊരു സ്വഭാവം ഉണ്ട്, ഒരു ഉൾവലിവ് ഉണ്ടാവും നമുക്ക് അല്ലേ. നമുക്ക് എന്തോ അയ്യോ ഞാൻ പാടിയ ശരിയാകോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയാവൂലേ, നമുക്ക് തന്നെ സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുണ്ടോ ആരെങ്കിലും? നമ്മളോട് പെട്ടെന്ന് എന്ത് കാര്യം പറയുമ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് അല്ലെ. പലവർക്കും ഉണ്ടാക്കുന്ന എനിക്ക് അറിയാം. പക്ഷെ അതൊരു എന്താ പറയാ, അതുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ പബ്ലിക്കിന്റെ മുൻപില് നമ്മുടെ ഇരിക്കുന്ന പബ്ലിക് എല്ലാവരും ആരാ, നമുക്കൊന്നും അറിവില്ലാത്തവരാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് എന്താ നമുക്ക് പറയാനുള്ളത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ ശ്രമിക്കണം. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, അതിന് നമ്മള് ഒരു ഇൻട്രൻസിക് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ ചിലവര് ഭയങ്കര എന്താ പറയാ ഇൻട്രൻസിക് ഉണ്ട് എക്സ്ട്രൻസിക് ഉണ്ട്. മോട്ടിവേഷന്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ, ഇതിനൊപ്പം പറഞ്ഞതല്ല. ജസ്റ്റ് ചിലവര് എല്ലാത്തിലും പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് എവിടെ പബ്ലിക്കിന്റെ മുന്നിലായിക്കോട്ടെ എന്തൊരു കാര്യം സംസാരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായിരിക്കും. ചിലവർക്ക് അത് നമ്മളുടെ ജന്മലാമുള്ള ഒരു ഉൾവലിവാണ്. പക്ഷെ അത് നമുക്ക് തന്നെ സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തോളൂ. അപ്പോ ഇവിടെ കാണുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആവുമ്പോൾ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഒരു പബ്ലിക്കിന് മുന്നിൽ സ്പീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോ എനിക്ക് പൊതുജനങ്ങളുടെ മുൻപിൽ പറയാൻ പേടിയാണെന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പബ്ലിക് റിലേഷൻ ഓഫീസർ ആകാനായിട്ട് സാധിക്കില്ല. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, പബ്ലിക്കിന് എന്തെങ്കിലും പരാതികളും മറ്റും ഉണ്ടാകും. ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പരാതികളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് PR-ന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കാം, ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്. നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പ്രൊഫഷൻ ഏതാണോ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, PR ആണ്. സോ പബ്ലിക് റിലേഷനെ കുറിച്ച് അത്യാവശ്യം എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അത് PR-ന് മാത്രമല്ല, ഏതൊരു റോളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന പ്രൊഫഷൻ ഏതാണോ ആ പ്രൊഫഷനെ കുറിച്ച് മറ്റുള്ള ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്രൊഫഷൻ ഏതാണ്, നിങ്ങളിപ്പോ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രൊഫഷനാണ് അല്ലെ. നിങ്ങൾ ഭാവിയിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഇതാണ്. നിങ്ങളോട് ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്, ഇപ്പോ പുറത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലെ. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് നിങ്ങൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കോ? നമ്മളിപ്പോ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ ഒക്കെ കഴിഞ്ഞവരാണ് അല്ലെ. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ, സാധിക്കില്ലേ അല്ലെ. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടോട്ടലി നമ്മൾ പഠിക്കുന്നത്, നമുക്ക് മറ്റുള്ള ഒരു വ്യക്തിയോട് നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് പറയാൻ സാധിക്കും. സോ ഇവിടെയും പറയുന്നത് PR-ന്റെ പ്രൊഫഷൻ എന്താണോ അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. Then image building abilities. ഇമേജ് ബിൽഡിംഗ്, നിർമ്മാണ കഴിവുകൾ മീൻസ് പല പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനോ ഉള്ള ഒരു എബിലിറ്റീസ് ഉണ്ടായിരിക്കുക. Then intelligence, anticipations, result oriented approach. ഇന്റലിജൻസ് ആയിരിക്കുക, അതുപോലെ തന്നെ ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ബുദ്ധി ഉണ്ടായിരിക്കണം അല്ലെ. അത്യാവശ്യം നല്ല സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം. ഒരു കഴിവില്ലാത്ത വ്യക്തിനെ പിടിച്ച് പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ട് ഒരു കാര്യമില്ല. അത്യാവശ്യം ചിന്തിക്കാനും സാമാന്യ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ആന്റിസിപ്പേഷൻ, മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം.
റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ചസ് ആയിരിക്കണം. എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു ഫലം ഉണ്ടായിരിക്കണം. വെറുതെ ആയി പോകരുത് ഒരു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ. ദെൻ മീഡിയ സ്പെഷ്യലൈസേഷൻ, മീഡിയ ആയിട്ടൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞു ടെക്നോളജിക്കലി ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കുക. ദെൻ എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, അത്യാവശ്യം എഡിറ്റോറിയലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മാധ്യമങ്ങളായിട്ട് കുറച്ച് റിലേഷൻ ആയിരിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞെന്നാണ്. ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കിക്കോളൂ. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ് കേട്ടോ. ടോട്ടലി എല്ലാ പോയിന്റും ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനത് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നിങ്ങൾ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ എക്സാമിന് ഇപ്പൊ വരികയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ഐഡിയ കിട്ടും. കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോ? ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോ ഏതെങ്കിലും ഒക്കെ ഓർമ്മ വന്നോ? ടീച്ചേഴ്സ് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അല്ലേ ഓർമ്മ വന്നോ? കുറച്ചവർക്ക് ഇനിയും വന്നിട്ടുണ്ടല്ലേ. പഠിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കും ഇല്ലേ? അതിന് പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിരുത്തി നിങ്ങൾ ആ ക്ലാസ് കേട്ടാൽ മാത്രം മതി. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എക്സാമിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നമുക്ക് എന്താ പറയാ, ചില ക്ലാസ്സുകളൊക്കെ നമുക്ക് ഭയങ്കര എന്താ മനസ്സിൽ കയറും അല്ലെ. അത് നമ്മൾ എക്സ്ട്രാ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവിടെ ഉച്ചനെ പഠിച്ചു പോകണേണ് അല്ലെ. അത് നമ്മുടെ മൈൻഡിൽ വേറെ ഒന്നും പാടില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് എക്സാം നല്ല സൂപ്പർ ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അയച്ചോളൂ കേട്ടോ ക്വാളിറ്റി ക്ലാസ്സിൽ കേൾക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. എല്ലാ ടീച്ചേഴ്സിന്റെയും അതുപോലെ നന്നായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്കല്ല എല്ലാ ക്ലാസ്സും നമ്മളുടെ പോകുന്നത്. ക്വാളിറ്റീസ് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണം. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. ബൈഹാർട്ട് ചെയ്താൽ ചിലപ്പോൾ മറന്നു പോകും. സോ എന്ത് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എടുക്കാൻ പോണേണ് റോൾ ഓഫ് PR ഓഫീസർ. അപ്പോ ഇതൊരു PR ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് PR ഓഫീസർ. ഇനി PR ഓഫീസറിന്റെ റോള് എന്തൊക്കെയാണെന്ന്, എന്തൊക്കെയാണ് റോളെന്ന് മെയിൻ ആയിട്ട് 4 റോളുകളാണ് തിരിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഇങ്ങനെയുള്ള ഹെഡ്ലൈൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ചിലപ്പോ ഇൻക്ലൂഡ് അല്ലാത്തതും ഇൻക്ലൂഡ് ആയതൊക്കെ ഒന്ന് ചോദിച്ചേക്കാം എക്സാമിന് കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. വേറെ ഉള്ളിലത്തെ ഒന്നും പഠിച്ചില്ലെങ്കിലും ആ 4 എണ്ണമെങ്കിലും കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നോക്കാം. അഡ്വക്കേറ്റ്. എന്താ അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ ആരാ അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞത് ആരാ? ലോയർ ആണ് അല്ലെ, അഭിഭാഷകനാണെന്ന് പറയാം അല്ലെ. നോക്കാം. The public relation manager is the chief advocate for the company.
കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ ഹോസ്പിറ്റലാണല്ലോ, അപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഘടനയായിട്ട് എടുക്കാം. പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്വക്കേറ്റ് ആണ്, മുഖ്യ അഭിഭാഷകനാണെന്ന്. Then he has to concentrate all energy on building an organization. He is spoken speakers for management. അതായത് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽ ആണല്ലോ, അപ്പോ ആ ഒരു കമ്പനിയുടെ ആ ഒരു സംഘടന കെട്ടിപ്പടുത്തുയർത്തുന്നതിന് ബിൽഡപ്പ് ചെയ്യുന്നതിന് ഏറ്റവും അദ്ദേഹത്തിന്റെ എല്ലാ ഊർജവും കേന്ദ്രീകരിക്കുന്നു. അദ്ദേഹമാണ് ആ ഒരു സംഘടന മീൻസ് കൂടുതൽ കെട്ടിപ്പടുത്തുയർത്തുന്നതും അതായത് ഒരു ഓർഗനൈസേഷനെ രൂപീകരിക്കുന്നത്. Then he is the spokesperson for management. എന്ന് വെച്ചാൽ എന്താ, അതായത് മാനേജ്മെന്റിന്റെ വക്താവാണ്. സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു രൂപകൽപ്പന ചെയ്യുന്നത് ആരാണ്? PRO ആണ്. അതിനാണ് നമ്മൾ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്, അഭിഭാഷകൻ എന്ന് ഒരു ടേമിൽ പറയുന്നത്. അഡ്വക്കേറ്റ് ഉള്ളിലുള്ളത് പഠിക്കേണ്ട, നിങ്ങൾ ആ പോയിന്റ് മാത്രം എങ്കിലും കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത്, അത് 4 പഠിക്കാൻ പറ്റുമല്ലോ, കുഴപ്പമില്ലല്ലോ. ഉള്ളിലുള്ളത് പഠിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെന്ന് പറയണ്ട. ആ കറക്റ്റ് ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഹെഡിങ്സില് അത് മാത്രം കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കാം. ഇത് ജസ്റ്റ് എന്താണെന്ന് അഡ്വക്കേറ്റിൽ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേറ്ററിൽ എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കുഴപ്പമില്ലല്ലോ. അത് 4 പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 4 പേര് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ചെറുതല്ലേ. ഓക്കെ, നോക്കാം. അപ്പൊ അഡ്വക്കേറ്റ് കഴിഞ്ഞു. കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ നോക്കാം. The public relation manage craft communication policies and supervises the development of all statement and news release for the company. ഈ പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ്, ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പോളിസീസും കാര്യങ്ങളൊക്കെ അല്ല നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ സൂപ്പർവൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ന്യൂസ് റിലീസ് ഫോർ ദ കമ്പനി. അതായത് കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ വാർത്തകളും ന്യൂസുകളും അങ്ങനെയുള്ളതൊക്കെ റിലീസ് ചെയ്യുകയും അതിന്റെ വികസനങ്ങൾ അല്ലെ അതിന്റെ ഡെവലപ്മെന്റുകളെയൊക്കെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ദെൻ സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലൻസ്. അദ്ദേഹത്തിന് സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം ഉണ്ടായിരിക്കണം അല്ലെ. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ് അല്ലെ. സമൂഹത്തിനെ കുറിച്ചും സമൂഹത്തിലെ ജനങ്ങളെ കുറിച്ചും അറിയണം. അതുപോലെ തന്നെ സൈക്കോളജി, എന്താണ് സൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ആണ്, മനസ്സിനെ കുറിച്ചുള്ള പഠനം, അത് അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ദെൻ മൈൻഡ്, സ്റ്റഡി ഓഫ് മൈൻഡ്. ദെൻ ഗുഡ് ജേർണലിസം അല്ലെ, നല്ലൊരു പത്രപ്രവർത്തകൻ, അതായത് ഒരു മീഡിയ ആയിട്ടൊക്കെ കുറച്ച് കണക്ഷൻ വേണമെന്ന് നമ്മൾ നേരത്തെ ഭംഗിയിലെ ക്വാളിറ്റീസ് അല്ലെ. സോ മീഡിയ ആയിട്ടൊക്കെ കുറച്ച് അത്യാവശ്യം ടാലൻസ് ഉണ്ടായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഹാവ് ടു ബി ക്ലിയർ, brief and relevant to the audience. അതുപോലെ തന്നെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻസ് വ്യക്തമായിരിക്കണം, അതുപോലെ ബ്രീഫ് ആയിരിക്കണം. കുറെ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് വലിച്ചു നീട്ടി പറഞ്ഞ് ബോറടിപ്പിക്കുകയല്ല, വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ബ്രീഫ് ആയിരിക്കണം, വളരെ ചുരുക്കത്തിൽ ഹ്രസ്വമായിരിക്കണം. അതുപോലെ തന്നെ റിലവന്റ് ടു ഓഡിയൻസ്, അത് നമ്മൾ ഓഡിയൻസിന് കുറച്ചും കൂടി റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാനായിട്ട്, പ്രസക്തം ആയിരിക്കണം. ഇതാണ് കമ്മ്യൂണിക്കേറ്ററിൽ പറയുന്നത്. ഓക്കെ, മൂന്നാമത് പറഞ്ഞത് പ്രോബ്ലം സോൾവർ. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയൊക്കെ ഉണ്ടാകും, അതിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവർ വായിക്കാം. The public relation manager is the ultimate spin doctor. It is ഇവിടെ he or her എന്നാണ്. It is his job എന്ന് നാട്ടി കൊടുത്തേക്കൂ. It is his job to put the best face on news and information that could embarrass for defame the company's reputation. Problem solver എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്പിൻ ഡോക്ടർ ആണെന്ന്. എന്താ സ്പിൻ ഡോക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പിൻ ഡോക്ടറാണോ PRO എന്ന് പറയുന്നത്? MBBS ഒക്കെ എടുത്തൊരു ഡോക്ടറാണോ? ആണോ? PRO എന്ന് പറയുന്നത് ഡോക്ടറാണോ? അല്ല അല്ലെ. ഇവിടെ സ്പിൻ ഡോക്ടർ എന്ന് ഉദ്ദേശിക്കുന്നതേ അത്യാവശ്യം മാധ്യമങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കുറച്ച് വ്യാഖ്യാനം ചെയ്യാനായിട്ട് പറ്റുന്ന ആളായിരിക്കണം എന്ന്. ടെക്നോളജിക്കൽ ഫീൽഡിലും മാധ്യമ ഫീൽഡിലൊക്കെ അത്യാവശ്യം കുറച്ച് ബന്ധമൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതിനാണ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത് കേട്ടോ, അല്ലാതെ ഡോക്ടർ അല്ലാട്ടോ അത്.
കുറച്ച് മാധ്യമങ്ങളായിട്ടൊക്കെ ഒരു റിലേഷൻ വേണമെന്ന്. Then it is his job to put the best face on news and informations that could embarrass or defame the company's reputation. അല്ലെ, അതായത് കമ്പനിയുടെ സൽപ്പേരിന് എന്തെങ്കിലും ആ ഒരു ഇൻഫോർമേഷൻ എംബ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രസ് ഓർ ഡിഫെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മളിപ്പോ ഹോസ്പിറ്റലാണ്, കമ്പനി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ആണല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഏറ്റവും എന്താ പറയാ ബെസ്റ്റ് ഫേസ് കൊടുക്കണം. ബെസ്റ്റ് ഫേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അതിന് എന്താ പറയാ ഒരു ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യണമെന്ന്, നേരിടണം അല്ലെ. PR നേരിടുന്നതായിട്ട് വരും. ചിലപ്പോ ഏതെങ്കിലും കമ്പനികളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, ഹോസ്പിറ്റലുകളായിട്ട്. അപ്പോ ഇന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ കേസുകളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. സോ അതിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരിക്കണം പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ. Often she will be called upon to polish common information into platinum data that gives company more credit than would normally be due for the routine accomplished. അതായത് നമുക്കറിയാം ഇപ്പോ എന്താ പ്ലാറ്റിനം ഡാറ്റ, അതായത് നമുക്കറിയാം, അതായത് എന്താണ് ഇപ്പോ മിക്കപ്പോഴും പ്ലാറ്റിനം ഡാറ്റയിലേക്ക് പൊതുവായിട്ടുള്ള വിവരങ്ങൾ, അതായത് ആ ഒരു പ്ലാറ്റിനം ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരങ്ങളുടെ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് അതില്. അപ്പോ ആ വിവരങ്ങൾ പോളിഷ് ചെയ്യാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ കമ്പനിക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ട് കൂടുതൽ ക്രെഡിറ്റും കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. ഈ ആരാണ്? PRO ആണ്. പ്രോബ്ലം സോൾവറിലാണ് ആ പോയിന്റ് പറയുന്നുള്ളൂ. ഈ പ്ലാറ്റിനം ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അതായത് എന്താ ഒരു നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ റിലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലൈന്റോ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ എന്താ പറയാ സൊല്യൂഷൻസ് അല്ലെ, അതിന്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും സൊല്യൂഷൻസും അല്ലെങ്കിൽ എന്താ കുറെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലാറ്റിനം ഡാറ്റയിൽ വരുന്നത്. സോ പ്ലാറ്റിനം ഡാറ്റയിലേക്കുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ പോളിഷ് ചെയ്യാനും കൂടി അദ്ദേഹമാണ് മുൻതൂക്കം വഹിക്കുന്നത്. ഒപ്പീനിയൻ മാസ്ട്രോ. എന്താ ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് വെച്ചാൽ എ മാസ്റ്റർ ഓഫ് ആൻ ആർട്ട് എന്നാണ് ഒപ്പീനിയൻ മാസ്ട്രോ പറയുന്നത്. ഓക്കെ, മാസ്റ്റർ ഓഫ് ആൻ ആർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിൽ തന്നെ എഴുതി വെച്ചോളൂ. മാസ്റ്റർ ഓഫ് ആൻ ആർട്ട്, മാസ്റ്റർ ഓഫ് ആൻ ആർട്ട്. Okay. Then നോക്കാം opinion master. The public relation manager controls all outreach efforts. He is accountable for media placement and arranging organizational functions and the effort of executives. It is his duty to decide the executive appropriates for each situations and make sure that person has approved informations and statement in hand. Opinion master എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു മാസ്റ്റർ ഓഫ് ആൻ ആർട്ട് ആണ് അല്ലെ. അപ്പോ ഒരു കലയുടെ മാസ്റ്റർ ആണെന്ന് നമുക്ക് പറയാം. പബ്ലിക് റിലേഷൻ എല്ലാ ഔട്ട്റീച്ച് ശ്രമങ്ങളെയും, അതായത് ഔട്ട്റീച്ച് ശ്രമങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ എല്ലാ വ്യാപനങ്ങളെയും നിയന്ത്രിക്കുകയും അതിനെ കൺട്രോൾസ് ചെയ്യുന്നു അല്ലെ, കൺട്രോൾസ് ചെയ്യുന്നു, എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ്സ്. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താണ്, റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം. ഈ മാധ്യമങ്ങളുടെ പ്ലേസ്മെന്റ്സുകൾക്കും അതുപോലെ തന്നെ ആ മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ അത് എക്സിക്യൂട്ടീവ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. Then it his duty to decide executive ചെയ്യാനും situation make sure that a person has approved information and statement in hand. അതുപോലെ തന്നെ ഓരോ സാഹചര്യത്തിനും യോജിക്കുന്ന തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവിനെയൊക്കെ തീരുമാനിക്കുകയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അംഗീകൃതമായിട്ടുള്ള വിവരങ്ങളും ഇൻഫോർമേഷൻസുകളും സ്റ്റേറ്റ്മെന്റുകളും
പ്രസ്താവനകളൊക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതാണ് ഒപ്പീനിയൻ മാസ്റ്റർ. അതായത് ടോട്ടലി എല്ലാ കാര്യങ്ങളെയും ഒന്ന് കൺട്രോൾ ചെയ്യുക. ദെൻ മാധ്യമങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഒരു എക്സിക്യൂട്ടീവിനെ നിയമിക്കണം. എക്സിക്യൂട്ടീവിന്റെ ആ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും പ്രസ്താവനകളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് PROന്റെ റോൾ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ ആണോ? ഉള്ളിലുള്ളത് പഠിക്കേണ്ട, ജസ്റ്റ് ആ ഹെഡിങ് മാത്രം ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തത് പഠിച്ചു വെക്കാം. ഉള്ളിലുള്ളതൊന്നും എടുത്ത് ചോദിക്കില്ല എന്തായാലും. അപ്പോ അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും ആ ഹെഡ്ലൈൻസ് ഒന്ന് നോക്കാലോ. ജസ്റ്റ് ഉള്ളിലുള്ളതൊന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. 4 എണ്ണം: അഡ്വക്കേറ്റും, കമ്മ്യൂണിക്കേറ്ററും, പ്രോബ്ലം സോൾവറും, ഒപ്പീനിയൻ മാസ്റ്ററും. ഒരെണ്ണം വായിക്കാട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. ഹെഡിങ്ങുകൾ ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കട്ടോ. അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്റർ ഒക്കെ ഇല്ലേ, 4 എണ്ണം ഒന്ന് പഠിച്ചു പോയിക്കോളൂ. നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അത്രയും എളുപ്പമായിരിക്കും. വായിച്ചെല്ലാവരും ഓക്കെ, വായിച്ചെല്ലാവരും ഉറങ്ങിപ്പോയോ? ഉള്ളിലുള്ളത് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ മീനിങ്. ദെൻ ഹെഡിങ് മാത്രം കമ്പൽസറി ആയിട്ട് തന്നെ പഠിക്കാം.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫങ്ഷൻസ് റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. ഫങ്ഷൻസ് ഈ പോയിന്റ്സും കൂടി വായിക്കാം. അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ബോറിംഗ് ആണെന്ന് അറിയാം, കുഴപ്പമില്ല. പോർഷൻസ് നീങ്ങണം. സോ ഫങ്ഷൻസും കൂടി എടുക്കാലോ, ഇതും കൂടി എടുക്കാലോ. ഓക്കെ, അപ്പോ നമ്മൾ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ് നോക്കി, ദെൻ അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ്, പബ്ലിക് റിലേഷൻസിന്റെ ഓഫീസറിന്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പബ്ലിസിറ്റി സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ക്യാമ്പയിനുകളും. അതായത് നമുക്കറിയാം എന്താ ഈ പ്ലാനിങ്, അതായത് പബ്ലിസിറ്റിയുടെ തന്ത്രങ്ങളും അതുപോലെ തന്നെ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസ്. ഈ പത്രക്കുറിപ്പുകളും അതുപോലെ തന്നെ എഴുതുകയും അത് നിർമ്മിക്കുകയും ചെയ്യുക, റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുക. Then മൂന്നാമത്തെ പോയിന്റ്, to deal with enquiries from the public, the press and related organization. പൊതുജനങ്ങള്, മാധ്യമങ്ങള്, സംഘടനകള് എന്നിവയിൽ നിന്നൊക്കെ അന്വേഷണങ്ങളൊക്കെ സ്വീകരിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. Then നാലാമത്തെ പോയിന്റ്, to organize and attend promotional events such as press conference, open days, exhibitions, tour and visits. പത്രസമ്മേളനങ്ങളൊക്കെ പോലുള്ള പ്രൊമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, പരിപാടികളൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്താണ് പ്രദർശനങ്ങൾ, എക്സിബിഷൻസ്, ഓപ്പൺ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുക. എക്സിബിഷൻസ്, ടൂർസ്, വിസിറ്റുകൾ അതൊക്കെ സംഘടിപ്പിക്കുക. To speak publicity and at interviews, press conference and presentations. അഭിമുഖങ്ങളും അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളും അവതരങ്ങളിലൊക്കെ പരസ്യമായിട്ട് തന്നെ സംസാരിക്കാൻ, കോൺഫറൻസോട് കൂടി സ്പീക്ക് ചെയ്യാൻ. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സ്വഭാവം ഉൾവലിവുള്ളത്, അതൊക്കെ മാറ്റിയിട്ട് പത്രസമ്മേളനങ്ങളിലായിക്കോട്ടെ, പ്രസ് റിലീസിലും എല്ലാത്തിലും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുക. Then to provide clients with information about new promotional opportunities and current pre-campaigns progress. അതായത് പുതിയ പ്രൊമോഷനും അങ്ങനെയുള്ള അവസരങ്ങളെ കുറിച്ചൊക്കെ, നിലവിലെ പുരോഗതിയെ കുറിച്ചും അതൊക്കെ എന്ത് ചെയ്യണം, ക്ലയന്റുകൾക്കൊക്കെ വിവരങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പോഴെങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പുതിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, ക്ലയന്റുകളെയൊക്കെ അറിയിക്കുക. Then to analyze media coverage. മീഡിയയൊക്കെ ഒന്ന് കവറേജ് ചെയ്യുക, വിശകലനം ചെയ്യുക മാധ്യമങ്ങളെ. Then to liaise with clients, managerial and journalistic staff about budgets, time scales and objectives. അതായത് ബഡ്ജറ്റുകളും അതുപോലെ തന്നെ ടൈം സ്കെയിൽസുകള്, ലക്ഷ്യങ്ങള് എന്നിവയെ കുറിച്ചൊക്കെ ക്ലയൻസിനോടും പത്രപ്രവർത്തകരുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുക. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, ഇപ്പൊ പുതിയ ഏതെങ്കിലും ബിൽഡിങ്സ് വരുന്നുണ്ടോ, പുതിയ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓൾറെഡി റോളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ പറയുന്നത്. വായിച്ചു നോക്കിക്കോളൂ, പോയിന്റ്സ് വായിക്കാം. എല്ലാം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റ് ആണ് അല്ലെ. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻസിനോട്, നമ്മളുടെ സ്റ്റാഫിനോടും അതുപോലെ തന്നെ ബഡ്ജറ്റ്സ്, അതുപോലെ തന്നെ ടൈം സ്കെയിൽസ് എന്ന് വെച്ചാൽ ഓരോ പ്രവർത്തനങ്ങളും ഇത്ര ടൈമിനുള്ളത് തീരുന്നൊക്കെ പറയില്ലേ, അതിനുള്ള ടൈം സ്കെയിൽസുകളും അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യങ്ങള്, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം, മാനേജർമാരുമായിട്ടും അല്ലെങ്കിൽ ക്ലയൻസിനോടൊക്കെ ഒന്ന് ബന്ധപ്പെടുക. ലേസ് ചെയ്യാന്ന് വെച്ചാൽ പരസ്പരം ഒരു സമ്പർക്കം ഉണ്ടായിരിക്കാന്ന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിനെ ലേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ക്ലയൻസിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക, സ്റ്റാഫിനോടും ക്ലയൻസിനോടൊക്കെ. നമ്മൾ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പോകണു, അല്ലെങ്കിൽ ആൾ ഒറ്റക്ക് തന്നെ തീരുമാനിച്ച് ഒറ്റക്ക് പ്രവർത്തിക്കാനല്ലോ ചെയ്യേണ്ടത്. ഇയാളെ പറയുമ്പോൾ ഒരു പബ്ലിക് ആയിട്ട് ഒരു കണക്ഷൻ ഒക്കെ വേണമല്ലോ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി പഠിക്കട്ടോ. ബൈഹാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പോയിന്റ് വിട്ടാൽ അത് മൊത്തം പോകും അല്ലെ. അപ്പൊ
അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓപ്ഷൻ ഉണ്ടല്ലോ, പേടിക്കണ്ട, സ്വന്തം ആലോചിച്ച് എഴുതേണ്ട അവസ്ഥയില്ലല്ലോ. ഓപ്ഷൻ കാണുമെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ക്ലാസ്സിൽ കേട്ടൊരു ഓർമ്മയൊക്കെ കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, വായിക്കണേ എല്ലാവരും. അയച്ചോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. കംപ്ലീറ്റ് ആയോ? എല്ലാ പോയിന്റ്സുകളും വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഒരു അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രസ്സിനെ കുറിച്ചുള്ളതാണ്. പ്രസ് മീഡിയ എന്താണെന്നും കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളും. 2 പേജും കൂടി ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി അത്. ബോറായി ഇത്രയും എടുത്ത്? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, ബോറടിച്ചിട്ടൊന്നുമില്ല. കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനി 2 പേജും കൂടി ഉണ്ടല്ലോ, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെ? മതിയില്ലേ? അതല്ലേ കുറച്ച് അഭിപ്രായം? ഓക്കെ, ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത്തിരി ജനറിക് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്കധികം നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തതിന് ജസ്റ്റ് ഒന്ന് പറയാനാണേ, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറയാം. ലെറ്റർ ടു ദ എഡിറ്ററിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ, എങ്ങനെ പകർച്ചവ്യാധികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ഒന്ന് നമുക്ക് എഴുതാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. നമ്മൾ നോക്കിയത് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. കുറച്ച് പോയിന്റ്സുകളാണ്. നമ്മൾ നോർമലി കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോമൺ സെൻസ് വേണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക, ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കണം, അത്യാവശ്യം പ്രൊഫഷനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം, പിന്നെന്താണ്, ഹ്യൂമർ ഉണ്ടായിരിക്കണം, അത്യാവശ്യം ലോങ് അവേഴ്സിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആൾക്കുണ്ടായിരിക്കുക. ദെൻ നമ്മൾ പറഞ്ഞു മീഡിയ ആയിട്ടൊക്കെ കുറച്ചിത് വേണം, എഡിറ്റോറിയൽ എക്സ്പീരിയൻസ് ഒക്കെ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പബ്ലിക് റിലേഷന്റെ ക്വാളിറ്റീസ്. എല്ലാവരുടെയും മൈൻഡിൽ കയറിയോ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്? മനസ്സിൽ വന്നോ? നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങള് പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിൽ വന്നോ എല്ലാവരുടെയും ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്? ഓക്കെ ആണോ? ദെൻ നമ്മൾ നോക്കിയത് റോൾ എന്തൊക്കെയാണെന്ന്. റോള് ഈ 4 പോയിന്റ് നിങ്ങൾ ഇവിടെ ഒന്ന് നിങ്ങൾ ആ PDF സൈഡിൽ തന്നെ ഒന്ന് എഴുതിയിട്ടേ. അഡ്വക്കേറ്റിന്റെ അവിടെ 1 നമ്പർ കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റർ 2, പ്രോബ്ലം സോൾവർ 3, ദെൻ ഒപ്പീനിയൻ മാസ്റ്റർ ഓഫ് 4. അങ്ങനെ 1 2 3 4 എന്ന് എഴുതിയിട്ടുള്ളൂ. ആ 4 ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ,
പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്ററോ? 1 2 3 4 എന്നൊന്ന് എഴുതിയിട്ട് പോയിക്കോളൂ കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് കോഡ് പോലെ എഴുതിക്കോളൂ. ACPO എന്നൊന്ന് സൈഡിൽ ഒന്ന് എഴുതിയിട്ടോളൂ. ഒറ്റയടിക്ക് പഠിക്കാം. അപ്പൊ ACPO എന്ന് വെച്ചാൽ എന്താ? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്ററോ? ACPO ആവശ്യമുള്ളവരെ എഴുതിയാൽ മതി കേട്ടോ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോഡ് ഇട്ട് തന്നത്. ACPO. അപ്പൊ നമ്മളെ ഈ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയാൽ മൊത്തത്തിൽ പോകും. ഇപ്പൊ ACPO എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ A എന്താണെന്ന് നമുക്കറിയാം. അപ്പോ ഓപ്ഷനിൽ കാണുമ്പോ കുറച്ചും കൂടി ഐഡിയയിൽ കിട്ടും. ACPO ആണല്ലോ. ഇപ്പൊ ചിലപ്പോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരെയെന്ന് ചോദിക്കും. ചിലപ്പോ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോൾ അല്ലാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ACPO പഠിച്ചു വെച്ചാൽ മതി. ACPO അപ്പോ എന്താണ്? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് നമുക്കറിയാം. ചിലപ്പോ ACPOയിൽ പെടാത്ത വേറെ ഏതെങ്കിലും വന്നേക്കാം അല്ലെ? നമ്മൾ ACPO ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമല്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വരാറുണ്ട്. ഉള്ളിൽ നിന്നൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ആ റോള് 4 എണ്ണം ടിക്ക് മാർക്ക് ചെയ്തേക്കണോ? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ കുറച്ചും കൂടി കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ACPO എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ. ഓക്കെ. ദെൻ ഇതില് നമുക്കുള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഫങ്ഷൻസ് ആണ് അല്ലെ? പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓരോ പോയിന്റ് ആയിട്ടൊക്കെ പറഞ്ഞു. ഫങ്ഷൻസ് പ്ലാനിങ്, പബ്ലിസിറ്റി ഒക്കെ ഉണ്ടായിരിക്കുക. നമ്മള് നല്ല കോഡ് പെട്ടെന്ന് പഠിച്ചു അല്ലെ? ACPO പഠിച്ചില്ലേ? ഏതോ ഉറക്കത്തിൽ ചോദിച്ചാൽ പറയാൻ പറ്റണം കേട്ടോ. ഇനി വേറെ ചാപ്റ്ററിൽ പോയിട്ട് കുഴച്ച് മിക്സ് ആക്കരുത്. പബ്ലിക് റിലേഷൻസിലാണ് ACPO പഠിച്ചത്. നമ്മൾ കുറെ കാര്യങ്ങളെ കോഡൊക്കെ ഇട്ടൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ പഠിക്കാറില്ലേ? പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. ചെറിയ ക്ലാസ്സുകളിലായാലും ഇപ്പൊ ഏത് ക്ലാസ്സിലായാലും, ഇപ്പൊ ഡിഗ്രിക്ക് ആയാലും ഇപ്പൊ നമ്മൾ PSC ക്ലാസ്സിലൊക്കെ നമ്മൾ കോഡൊക്കെ വെച്ച് പഠിക്കും ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കുന്നത്? എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടണമെന്നില്ല. ചിലവർക്ക് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടായിരിക്കണം എന്നില്ല അല്ലെ? PSCക്ക് പഠിച്ചിട്ടുണ്ട് നോക്കി. PSCക്ക് മാത്രമല്ല, നമുക്കത് ഏതിനും അത് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി വന്ന കുറച്ച് ചാപ്റ്ററൊക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. അപ്പോ എന്താണ്, ചിലപ്പോ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്താൽ പഠിക്കാം, ചിലപ്പോ ഓർമ്മ കിട്ടണമെന്ന് വരില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് കോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ. പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴേ കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോഡ് വെച്ചൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ. അപ്പൊ ഫങ്ഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത്. ഫങ്ഷൻസ് ഓഫ് റിലേഷൻ ഓഫീസർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മീഡിയ കവറേജ് ചെയ്യാൻ പറ്റണം, ക്ലയൻസിനോട് കാര്യങ്ങളൊക്കെ പറയാ, അതുപോലെ തന്നെ പ്രസ് റിലീസും പബ്ലിക്കുമായിട്ട് കുറച്ച് റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. ദെൻ ഇനി നമുക്ക് അഡീഷണൽ ആ ഒരു 2 പേജും കൂടി ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ. അപ്പൊ അതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയല്ലോ. ഇനി നിങ്ങളെടുത്ത് ബോറാക്കുന്നില്ല. ഓക്കെ. ഇന്നെടുത്ത് അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി എടുത്തതല്ലേ ആണോ? കഴിഞ്ഞതല്ലേ നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയതാണോ? എടുത്തതാണോ? ഓക്കെ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാനുള്ള ഒരു ടൈമാണിത്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തതാണോ? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? എടുത്താണോ? ഓക്കെ. ദെൻ എത്തിക്കൽ ആൻഡ് ലീഗൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് പബ്ലിക് റിലേഷൻ കഴിഞ്ഞിട്ട്. അത് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഇല്ല മാം. ഇല്ല. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അതും കൂടി ഒന്ന് പ്രിന്റ് കയ്യിൽ വെച്ചേക്കും കേട്ടോ. കാരണം ഇതൊരു 2 പേജും കൂടി അല്ലേ നമുക്കുള്ളൂ. അപ്പൊ നമ്പർ കറക്റ്റ് ആയിട്ട്
മീൻസ് നിങ്ങളുടെ പ്രിന്റ് ഔട്ടിൽ ഏതാണെന്ന് എനിക്ക് നമ്പർ കറക്റ്റ് ആയിട്ട് അറിയില്ല. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അതായിരിക്കാം 38 ആണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ചാപ്റ്റർ ആയിരിക്കും എടുക്കേണ്ടത് കേട്ടോ. ഇത് പറയുന്നതും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കുറച്ചിങ്ങനെ ആക്ടുകളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കുറച്ച് ആക്ടുകളെ കുറിച്ചാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാൻ കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടില്ല. കറക്റ്റ് ആക്ടുകളും കുറച്ച് ഇയറുകൾ പഠിക്കാനുണ്ട് അതിനകത്ത്. ഈ ഓരോ ആക്ടുകൾ നിലവിൽ വന്ന ഇയറുകളും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും എടുത്തത് ഓക്കെയാണോ? ബോറായിട്ട് തോന്നിയോ ഈ ഒരു ചാപ്റ്റർ? ഇല്ല മാം. വലിയ കുഴപ്പമില്ല. ബോറടിപ്പിക്കാത്ത രീതിയിലാണ് എടുത്തതെന്നാണ് ഒരു വിശ്വാസം. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് മതി എന്ന് പറഞ്ഞത്. കാരണം ഒരുപാടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായി പോകും. സോ കുഴപ്പമില്ല, 2 പേജും കൂടി ഉള്ളൂ. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ തന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഒന്ന് വായിക്കാം. ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാം. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ ക്ലാസ്സിൽ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടോളൂ കേട്ടോ, കണ്ടിന്യൂഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.